ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഓസ്കി വിത്ത് വിമൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ ഓസ്ട്രേലിയൻ ഓസ്കിക്കകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല, കുറച്ച് ബിസി തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഓസ്ട്രേലിയൻ ഓസ്കി, UK ഓസ്കി, ഐറിഷ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം ചെയ്യുന്നുണ്ട്, CBT ഉണ്ട്, അതിൻ്റെ ചില തിരക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഓസ്കിക്കകത്തുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ്. ഇത് കുറച്ച് പുതുതായിട്ട് ആഡ് ചെയ്തൊരു സ്റ്റേഷനാണ്, കുറച്ച് ഹാർഡാണ് ഈ സ്റ്റേഷൻ. അപ്പോൾ ഈ സ്റ്റേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ സ്റ്റേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റേഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കണം, അതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചെക്സ്, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ പരിപാടിയല്ല, അവിടെ ഈ നഴ്സസ് തന്നെ ഈ പരിപാടിയെല്ലാം ചെയ്യണം. അപ്പം അത് കുറേ ചെക്സും പരിപാടിയെല്ലാം വരുന്നുണ്ട്. അപ്പം അതിന് ചാർട്ടെല്ലാം ഡിഫറെൻ്റാണ്. ഓസ്ട്രേലിയൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെയാണ് ചാർട്ടുകളൊക്കെ വരുന്നത്. അത് കുറച്ച് ഹാർഡാണ്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യുന്നത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നാമത്തത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് ആ പേഷ്യൻ്റെ അടുത്തേക്ക് ആദ്യം അപ്രോച്ച് ചെയ്തിട്ട് സീൻ സേഫ്റ്റി നോക്കുക. അത് കഴിഞ്ഞിട്ട് പ്രൊവൈഡ് പ്രൈവസി ഡിഗ്നിറ്റി ഹാൻഡല്. അതിനുശേഷം നമുക്ക് പേഷ്യൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ 3 പോയിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുക. പിന്നെ പെയിനും അലർജിയും പേഷ്യനോട് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫ്യൂഷൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പേഷ്യനോട് ചോദിക്കാം. ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് പേഷ്യനോട് ചോദിക്കാം. അത് ചോദിക്കുവാണെങ്കിൽ അതൊരു പ്ലസ് ആയിരിക്കും. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ, റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്തോളെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് ടു പ്രൊസീഡ് ഫോർ ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക് ഓവർ ദെയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേ എടുത്തിട്ട് ആർട്ടിക്കിൾസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബ്ലഡ് ബാഗ് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഫോം നിങ്ങൾക്ക് തരും. അതുപോലെ ബ്ലഡ് റിക്വസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം എടുക്കുക. പിന്നെ ആൾക്കോ വൈപ്പിന് 3 ആൾക്കോ വൈപ്പ് വേണം. അതുപോലെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ സെറ്റ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ട്രാൻസ്ഫ്യൂഷൻ സെറ്റ് എന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വെറും IV സെറ്റ് വെച്ച് തരാറുണ്ട്. അതുപോലെ തന്നെ IV സെറ്റ് ചിലപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫ്യൂഷൻ സെറ്റിൻ്റെ സ്ഥാനത്ത് IV സെറ്റ് വെച്ച് തരും. ചിലപ്പോൾ IV സെറ്റും ട്രാൻസ്ഫ്യൂഷൻ സെറ്റും മിക്സ് ചെയ്ത് വെച്ച് തരും. അപ്പോൾ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ട്രാൻസ്ഫ്യൂഷൻ സെറ്റ് തന്നെ പിക്ക് ചെയ്തെടുക്കണം. പിക്ക് ചെയ്തെടുത്തില്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യുന്ന കാര്യം ഓർക്കണം. അത് സീരിയസ് ആയിട്ടുള്ള വയലേഷനാണ് കേട്ടോ. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഫെയിലിയർ. അത് കഴിഞ്ഞ് പേഷ്യൻ്റ് അടുത്തേക്ക് ചെന്നതിന് ശേഷം നമുക്കൊരു സെക്കൻഡ് നഴ്സിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാൻ പല രീതിയിൽ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1.5 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ഓസ്ട്രേലിയൻ ഓസ്കി ചെയ്ത് 99.99% സക്സസ് റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓസ്കി ട്രെയിനറാണ്, ഓസ്ട്രേലിയൻ ഓസ്കി ട്രെയിനറാണ്. ഇന്ത്യയിലെ തന്നെ ഓസ്ട്രേലിയൻ ഓസ്കി ചെയ്യുന്ന ഏക ട്രെയിനറാണ് ഞാൻ. ഞങ്ങൾക്ക് ഓൺലൈനുണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ പ്രോഗ്രാംസ് ഉണ്ട്. പേഴ്സണലായിട്ട് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാം ഓവർസീസിന് വേണ്ടി ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഓസ്ട്രേലിയ ചെയ്യുന്നതിൻ്റെ 10-1 കാശിന് ഞാനിവിടെ ഫീസിനാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അത്രയും എക്സ്പെൻസ് നിങ്ങൾക്ക് വരത്തുള്ളൂ. മാത്രമല്ല അതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്ത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേഷ്യൻ്റ് അടുത്തേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ളത് 7 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ 7 കാര്യങ്ങൾ ഞാൻ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മയുള്ളത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ 1, 2, 3 എന്ന് പറഞ്ഞ് ഒരു സീരീസ് ഓർഡർ ഇല്ല. നിങ്ങൾക്ക് ഏതാണോ വരുന്നത് അത് നിങ്ങൾക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇന്ന സംഭവം ആദ്യം ചെയ്യണം, ഇന്ന സംഭവം രണ്ടാമത് ചെയ്യണം, അങ്ങനത്തെ കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻ്റെ അടുത്തേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ നീഡ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പേഷ്യൻ്റെ ID സെക്കൻഡ് ടൈം ചെക്ക് ചെയ്യുക കാർഡെക്സ് വെച്ചിട്ട്. അതുപോലെ സൈഡ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ IV ക്യാനിൽ എക്സ്പോസ് ചെയ്തിട്ട് നമ്മൾ പിവാസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ അതായത് ട്രാൻസ്ഫ്യൂഷൻ റിക്വസ്റ്റ് ഫോം എടുത്തിട്ട് പേഷ്യനോട് കാണിച്ചിട്ട് പറയണം, ഈ കൺസെൻറ്റ് നീ തന്നെയാണ് ഇട്ടതാണോ, നിൻ്റെ സൈനാണോ എന്ന് ചോദിക്കണം. അപ്പോൾ ഡോക്ടർ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ ക്രോസ് മാച്ച് ലേബൽ, അതായത് പേഷ്യൻ്റെ ബ്ലഡ് ബാഗ് എടുക്കുക, ഒരു ക്രോസ് മാച്ച് ലേബൽ ഫോം ഇതൊക്കെ എടുത്ത് തൂക്കിയിട്ടുണ്ടായിരിക്കും. അത് ട്രാൻസ്ഫ്യൂഷൻ ഓർഡറുമായിട്ട് കമ്പയർ ചെയ്ത് സെക്കൻഡ് നഴ്സിനെ കൊണ്ട് വായിപ്പിക്കണം. ഇതെല്ലാം സെക്കൻഡ് നഴ്സിനെ കൂടെ നിർത്തണം. അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ ലേറ്റസ്റ്റ് വൈറൽ സയൻസ് നിങ്ങളവിടെ പ്രീസെറ്റായിട്ട് തന്നിരിക്കും, അത് ചെക്ക് ചെയ്യണം. പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. അതിനുശേഷം വിഷ്വലി നിങ്ങൾ ഈ ബാഗ് ഇൻസ്പെക്ട് ചെയ്യണം. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് ലീക്ക്, ക്ലോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. IV ക്യാനിൽ ചെക്ക് ചെയ്യണം, പിവാസ് ചെയ്യണം, ID ചെക്ക് ചെയ്യണം. അതുപോലെ സെക്കൻഡ് നഴ്സിനെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കേണ്ടത്. പിന്നെ നമ്മുടെ ട്രാൻസ്ഫ്യൂഷൻ്റെ റിക്വസ്റ്റ്, അതായത് ട്രാൻസ്ഫ്യൂഷൻ്റെ നീഡ് എക്സ്പ്ലെയിൻ ചെയ്യണം, ഒരു സൈഡ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ സൈഡ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഷേക്കി ഷിവറി ചിൽസ് പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം പേഷ്യൻ്റ് ഒരിക്കലും പാനിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. അങ്ങനെ ശ്രമിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പേഷ്യൻറ്റിനോട് ട്രാൻസ്ഫ്യൂഷൻ്റെ കൺസെൻറ്റ് അവൻ തന്നെ സൈൻ ചെയ്തതാണോ, ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം.
അതുപോലെ തന്നെ ക്രോസ് മാച്ച് ഫോം നമ്മളുടെ ട്രാൻസ്ഫ്യൂഷൻ ലേബലുമായിട്ട് ചെക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ വൈറ്റ് ബേസ്ഡ് വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യണം, പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ ബ്ലഡ് ബാഗ് നോക്കിയിട്ട് ബ്ലഡ് ബാഗിൻ്റെ അകത്ത് ലീക്കില്ല, അതുപോലെ ക്ലോട്ടില്ല, കളറില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ വിഷ്വലി ഇങ്ങനെ ഇൻസ്പെക്ട് അതിൻ്റെ മുമ്പ് വെച്ച് ഇൻസ്പെക്ട് ചെയ്യണം. ഇൻസ്പെക്ട് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് പേഷ്യൻ്റ് അടുത്തേക്ക് ചെല്ലുക. പേഷ്യൻ്റ് അടുത്തേക്ക് ചെന്നതിന് ശേഷം നമുക്കൊരു ഏപ്രൺ ഗ്ലൗ ഇടാം. അപ്പോൾ ഏപ്രൺ ഗ്ലൗ ഇട്ടതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കൊള്ളുക. ഏപ്രൺ ഗ്ലൗ ഇട്ടതിന് ശേഷം അപ്പം നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് അത് ഏപ്രൺ ഗ്ലൗ ഒന്നും നമുക്ക് കാണത്തില്ല. അപ്പം ഞാനിത് ഏപ്രൺ ഗ്ലൗയുടെ ജനറൽ നോംസ് ആയിട്ട് പറഞ്ഞത് ഇത് സാധാരണ ഏപ്രൺ ഗ്ലൗ ഉണ്ട്, പക്ഷേ അവർക്ക് ആ സാധനത്തിൽ ഇല്ല കേട്ടോ, സോറി ഫോർ ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഗ്ലൗ ഉണ്ട്, ഗ്ലൗ ഇട്ടോളൂ, ഏപ്രൺ ഉണ്ട്, ഏപ്രൺ ഇട്ടോളൂ, സാധാരണ ഇല്ലെന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞത്. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബാഗ് എടുക്കുക. ബാഗ് എടുത്തിട്ട് ആൾക്കോയിൽ വെച്ചിട്ട് അതിൻ്റെ ടിപ്പ്, അതിൻ്റെ ഒരു സ്പൈക്ക് സ്പോട്ടുണ്ട്, ആ സ്പോട്ട് ഇങ്ങനെ ഒരു മൗത്ത് പോലൊരു സാധനമുണ്ട്, അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ സ്പോട്ട് വൈപ്പ് ചെയ്യുക. വൈപ്പ് ചെയ്തിട്ട് 30 സെക്കൻഡ് വെയിറ്റിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ എയർ ഡ്രൈ എന്ന് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് സ്പൈക്ക് ചെയ്യുക. സ്പൈക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ട്രാൻസ്ഫ്യൂഷൻ സെറ്റ് എടുത്തിട്ട് സ്പൈക്ക് ചെയ്യുക. സ്പൈക്ക് ചെയ്തിട്ട് മർഫി ചേമ്പർ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി ഫില്ല് ചെയ്തിട്ട് പ്രൈം ചെയ്ത് നിർത്തുക. പ്രൈം ചെയ്ത് നിർത്തിയതിന് ശേഷം നെക്സ്റ്റ് ജോലി ഈസ് നിങ്ങൾ പേഷ്യൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻ്റെ പിവാസ് ഒന്ന് ചെയ്ത് നോക്കണം. പിവാസ് ചെയ്ത് നോക്കിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് IV ക്യാനിൽ സ്ക്രബ് ദ ഹബ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ IV ക്യാനിൽ എല്ലാവരും ഈ IV സെറ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഓർക്കണം, ഒട്ടും എയർ ബബിൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എയർ ബബിൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രീസെറ്റായിട്ട് നിങ്ങൾക്കൊരു റേറ്റ് തന്നിരിക്കും, അതിൽ നിങ്ങൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റ് പറഞ്ഞാൽ മതി, ഐ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ഹാഫ് റേറ്റ് ഫോർ ഫസ്റ്റ് 15 minutes ആൻഡ് ഐ ഗോയിങ് ടു കം ബാക്ക് ഇൻ 15 minutes ടു ഡു ദ ഫസ്റ്റ് വൈറ്റൽസ് ആൻഡ് ദെയർ ആഫ്റ്റർ ഐ വിൽ ഇൻക്രീസ് ടു ഫുൾ റേറ്റ് എന്ന് പേഷ്യൻ്റ് പറഞ്ഞാൽ മതി. ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? അത് പറഞ്ഞ് അവനെ ഓക്കെ ആക്കുക. അങ്ങനെ ഓക്കെ ആക്കിയതിന് ശേഷം നെക്സ്റ്റ് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾസ് എല്ലാം റീപ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുക, അതിനകത്ത് സൈൻ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് സൈൻ ചെയ്യുന്ന കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫ്യൂഷൻ റിക്വസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ആ ട്രാൻസ്ഫ്യൂഷൻ റിക്വസ്റ്റിൻ്റെ അകത്ത് നേഴ്സ് സൈൻ ചെയ്തിട്ട് കോളമായിട്ട് ഫുൾ എഴുതി സൈൻ ചെയ്യണം. എന്നിട്ട് അതിനകത്ത് വിറ്റ്നസ് നേഴ്സ് സൈൻ ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ ചെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 7 ചെക്കുണ്ട്. ആ ചെക്ക് 1 by 1 ആയിട്ട് ചെക്ക്ഡ് അല്ലെങ്കിൽ ഡൺ എന്ന് പറഞ്ഞിട്ട് 1 by 1 റീഡ് ചെയ്തിട്ട് ചെക്ക്ഡ് പറഞ്ഞിട്ട് അത് സൈൻ ചെയ്യണം. സെക്കൻഡ് നേഴ്സിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. അതിൻ്റെ താഴെ ഒരു ഫോമും കൂടി ഉണ്ട്, അതും സൈൻ ചെയ്യണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് പറയാം താങ്ക് യു വെരി മച്ച് എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ ചെക്സ് ഉണ്ട്, ഒത്തിരി സേഫ്റ്റി പരിപാടികൾ വരുന്നുണ്ട്, കുറച്ച് ഹാർഡാണിത്. അപ്പം അതുപോലെ ട്രാൻസ്ഫ്യൂഷൻ ഷീറ്റും സംഭവങ്ങളൊക്കെ ഞാനിപ്പം അത് പേറ്റൻസി ഉള്ളതുകൊണ്ട് പല കോപ്പിറൈറ്റ് ആക്ട് ഉള്ളതുകൊണ്ട് എനിക്കിത് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ നോസ്കിക്കകത്ത് അതിൽ ഓൺലൈൻ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ട്രെയിനിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഓസ്ട്രേലിയയിൽ പോയി ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല, കാരണം ഓസ്ട്രേലിയയെക്കാളും ബെറ്ററായിട്ട് നമുക്ക് ഇതിനേക്കാളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു വിദേശ നഴ്സിനോടും ആ രാജ്യത്ത് ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല പറയുന്നത്, അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അല്ലാതെ ആ രാജ്യത്ത് ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് ഒരു നഴ്സ് ഞാൻ UK ചെയ്യുന്നുണ്ട്, അയർലൻഡ് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ തന്നെ ന്യൂസിലൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും ഒരു രാജ്യവും അവരുടെ രാജ്യത്ത് ചെയ്യാനല്ല പറയുന്നത്, കാരണം വിദേശത്ത് നിന്ന് നഴ്സിന് അതൊന്നും അറിയത്തില്ല. അത് അവർക്കറിയാം, അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമുള്ള എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ലിസൺ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇഫക്റ്റീവ് ആയിരിക്കും, അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. So thank you very much for listening to my video, and we will see you next time with a wonderful video.